Good evening, ladies and gentlemen. First of all, ഞാൻ പിന്നെ ഷിബിലി റഹ്മാനായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 20 വർഷം സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആദ്യം സൗദി അറേബ്യയിൽ ഒരു 16 വർഷം എൻജിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. US കോൺസുലേറ്റിൽ പെൻഡഗണ്ടപ്പായിരുന്നു ഒരു 8 വർഷം ജോലി ചെയ്യുന്നത്. പിന്നെ മക്ക, ഹറം, ഇൻ്റർനാഷണൽ എയർപോർട്ട്, ജദ്ദ. അങ്ങനെ ഇതൊരു എൻജിനീയറിംഗ് ഒരു പാഷൻ ആയതുകൊണ്ട് ഞാനങ്ങനെ വളർന്നു പോന്നു. പിന്നെ 2013 ദുബായിൽ വന്ന് ബിസിനസ് ബേയിൽ ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ഒരു കമ്പനിയൊക്കെ തുടങ്ങി അങ്ങനെ പോയി. 2018 ആയപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ നിർബന്ധവും ഒക്കെ പാടായിട്ട് നാട്ടിൽ വന്നിട്ട് എങ്ങനെയാണോ മിഡിൽ ഈസ്റ്റിൽ ചെയ്യണു, എങ്ങനെ US ചെയ്യണു, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. കാരണം ഒരു ക്ലയൻറ്റിന് ഒരിക്കലും അയാൾ വേറൊരു സബ്ജക്റ്റിലേക്കാണ്. ഇപ്പോൾ മുൻപ് 15 കൊല്ലം 20 കൊല്ലം മുന്നേ വീട് കയറ്റിയമാരോ ബിൽഡിങ് കയറ്റിയമാരൊന്നും ഇന്ന് കയറ്റാൻ പറ്റില്ല. കാരണം അന്നൊക്കെ ഇത് ഡിസൈൻ ചെയ്തിരുന്നത് നമ്മളെ മാറ്റത്തെ സിവിൽ എൻജിനീയേഴ്സാണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. ദേ കീപ്പ് ദ സേഫ്റ്റി ആൻഡ് ദ സെയിം കോപ്പി പേസ്റ്റ് ആ രീതിയിൽ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 15-20 കൊല്ലം മുന്നിലെ വീടൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ ഒരു ടിപ്പിക്കലേക്കാരം. മുന്നിലൊരു സിറ്റ് ഔട്ട്, നടുവിലൊരു ഹാള്, കണക്റ്റിംഗ് ബെഡ്റൂം, ബാക്കിലൊരു വർക്ക് ഏരിയ, ഒരു കോണി ഉണ്ടാവും, അതിൻ്റെ അടിയിൽ ടോയ്ലറ്റ്, മുകളിൽ 2 ബെഡ്റൂം, ഒരു ബാക്കിലൊരു ഓപ്പൺ ടെറസ്. ആകെ വ്യത്യാസം പിന്നെ റൂഫൊന്നും ഇങ്ങനെ ഒക്കെ ഒരു ബാക്കിയൊക്കെ ടിപ്പിക്കല. അപ്പോൾ അതിൽ സ്ക്വയർ ആയിക്കാരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിക്കാരം. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ പടവേറിന് ഒരു എഞ്ചിനീയറാണ്. കാരണം ഇയാൾക്ക് ക്രിയേറ്റിവിറ്റി ഒന്നുമില്ലല്ലോ. അവിടെ എന്താ ചെയ്തത് അതിങ്ങോട്ട് കയറ്റി വെക്കുക എന്നല്ലാതെ. കമ്പിപ്പണിക്കാരനാണെങ്കിൽ അയാൾ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിക്കാരം. കാരണം ഈ ബീമിനും പില്ലറിനും ഈ ഒരു സ്പാനിനും എത്ര കമ്പി കൊടുക്കണം എന്നുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഒരു ലാസ്റ്റ് 15 ഇയർ ആയത് ഈ ആർക്കിടെക്ട്സ് വരാൻ തുടങ്ങി. അവർ ഡിസൈൻ ആൻഡ് ആർട്ടിസ്റ്റാണ് ബേസിക്കലി. നമ്മളെ നാട്ടിലൊരു ചിന്താഗതി എന്താ പ്രശ്നം വെച്ചാൽ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ആവും, ആർക്കിടെക്റ്റ് എഞ്ചിനീയർ ആവും. ആക്ച്വലി ഇത് രണ്ടാണ്. ആർക്കിടെക്റ്റ് ബേസിക്കലി ആർട്ടിസ്റ്റാണ്. അവർക്ക് ഒരു പ്രൊജക്റ്റ് കിട്ടുമ്പോൾ അവർക്ക് മുന്നിലൊന്നുമില്ല, ഒരു ശൂന്യതയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു ക്രിയേറ്റീവ് മൈൻഡേക്കാണ്. ക്രിയേറ്റീവ് മൈൻഡ് ഒരിക്കലും ഒരു നോർമൽ മൈൻഡ് ആവില്ല. യൂഷ്വലായിട്ട് പറയുകയാണെങ്കിൽ 1-2 എവിടെയെങ്കിലൊക്കെ ഒന്ന് ലൂസാണ്. അത് പിന്നെ പഠിച്ചോനായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ ആർക്കിടെക്റ്റ് ആരെങ്കിലും ഒട്ടിക്കരുത് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ആക്ച്വലായിട്ട് ഈ ക്രിയേറ്റിവിറ്റി വരുന്നത്. സിവിൽ എൻജിനീയേഴ്സ് ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർ എക്സിക്യൂഷൻ ചെയ്യണം. ഇത് രണ്ടും ഒരു സബ്ജക്റ്റ് ആയിട്ട് പോലും 2 കോളേജ് ആക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവർ ഡ്രീമേഴ്സാണ്, വി ആർ എക്സിക്യൂട്ടീവ്സ്. ഇതാണ് എഞ്ചിനീയറും ആർക്കിടെക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇൻ്റർനാഷണൽ ലെവലിൽ പുറത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആറ്റ്കിൻസിലും അല്ലെങ്കിൽ സൗദി ബില്ലാദിനും അങ്ങനെ വലിയ വലിയ കമ്പനീസിലൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഡിസൈൻ ഡ്രോയിങ് നോട്ട് എ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്. കാരണം എന്താ വെച്ചാൽ അവർ സ്വപ്നം കാണുമ്പോൾ അത് കറക്റ്റ് മുട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഇതത് മുട്ടിക്കൽ എങ്ങനെയെന്നുള്ളത് ശരിക്കും എഞ്ചിനീയർ സ്റ്റഡി ചെയ്യണം. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി റൺ ചെയ്യണ ഓണറോ അതില്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറോ ഷുഡ് ഹാവ് എ മിനിമം 15 ഇയർ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കണം. അയാളെ കീഴിലൊരു ടീം വേണം. ഇത് കംപ്ലീറ്റ് ആർക്കിടെക്റ്റിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ആർക്കിടെക്റ്റിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഓൾക്ക് കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ വേണം. അല്ലാത്തൊരു പോയി ആർക്കിടെക്റ്റിനോട് പോയി അർത്ഥനം പറഞ്ഞാൽ എടുത്ത് പുറത്തുവിടും. അപ്പോൾ സബ്ജക്റ്റ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ എങ്ങനെ മിഡിൽ ഈസ്റ്റ് ചെയ്യണോ അങ്ങനെ അതേമാതിരി ഡിസൈൻ മുതൽ കീ ഹാൻഡ് ഓവർ വരെ ഇൻഹൗസ് ആയിട്ട് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിനാണ് ഇവിടെ പ്രോബ്ലം. കാരണം ലാസ്റ്റ് 15 ഇയർ ആയിട്ട് ആർക്കിടെക്ട്സ് വന്നു. അവർ ഇൻ്റർനാഷണൽ മോഡലൊക്കെ എടുത്തിട്ടും ഇൻ്റർനാഷണൽ റെഫറൻസ് എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. മുന്നപ്പോൾ ഈ റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ ഈസി ആയിട്ട് ചെയ്ത് പോയെടുത്ത് ആർക്കിടെക്റ്റ് വളവായി, തിരിവായി, ഡബിൾ ഹൈറ്റായി, ആകെ പ്രശ്നമായി. സ്ട്രക്ചറൽ ഡിസൈൻ വന്നു, ഇൻറ്റീരിയർ ഡിസൈൻ വന്നു, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പ്ലംബിംഗ് ഡിസൈൻ വന്നു. അങ്ങനെ ലോട്ട് ഓഫ് പ്രോബ്ലം. ഇതെങ്ങനെ നമ്മളെ നാട്ടിലത്തെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൈകാര്യം ചെയ്യും? അവിടെ ഈ ക്ലയൻസ് ആണെങ്കിൽ ഇപ്പോൾ സമുദായൻ്റെ മാറ്റ ആൾക്കാർ അവിടെ അയാൾക്ക് പെറ്റ് ഫുഡാണ്. ഇവിടെ വന്നിട്ട് ഇയാൾ എഞ്ചിനീയറിംഗിൽ തലയിട്ടിട്ട് കാര്യമുണ്ടാവും? ഇയാൾ നോക്കൽ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരു ആൾ നോക്കൽ 10 ഉറുപ്പ്യ അവിടെ കുറഞ്ഞ് കിട്ടുമെന്ന് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ആ 10 ഉറുപ്പ്യ കുറഞ്ഞിട്ടിരിക്കുമ്പോൾ ഈ ആൾക്കാർ ഇവർക്ക് ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് എന്താക്കും? ഇവരെ ട്രബിൾ പോയി ചാടിച്ചു. അവസാനം ഇത് അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. കാരണം ഒരു പുതിയ സിസ്റ്റം ആയതുകൊണ്ട് ഇത് കണക്റ്റഡ് ആവില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തലയിൽ നിന്ന് പോയി കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി കൊണ്ടുപോകുമ്പോഴാണ് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഇന്ന് നിൽക്കുന്ന ഹോട്ടൽ. അത് ഞാൻ ചെയ്തതാണ്. ഇതേമാതിരി കൈകാര്യം ചെയ്തിട്ട് ഇത് പ്രൗഡായിട്ട് ഇവിടെ നിൽക്കുകയാണ്. കാരണം ഷംസുക്ക ഇത്രയും ടെൻഷനായിട്ട് ഒരു 8 കൊല്ലമായിട്ട് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ കിടക്കുക. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്, ഫിറോസ് ഇതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട്.
അപ്പം ഞാൻ ഇതൊക്കെ ആദ്യം സ്റ്റഡി ചെയ്ത് ഒരു പുതിയ ബിൽഡിങ്ങിനേക്കാളും ബുദ്ധിമുട്ടാണ് ഉള്ള ഒരു ബിൽഡിങ് എല്ലാ രീതിയിലും പ്രശ്നമായി കിടക്കുന്നത്. സോ അത് പഠിച്ച് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി, പിന്നെ ഡിസൈൻ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാതും കൃത്യമായിട്ട് ഒരു 10 മാസത്തെ സിസ്റ്റം ഉണ്ടായിട്ട് അറ്റ് എ ടൈം 196 പീപ്പിളിനെ വെച്ചിട്ട് രാവും പകലും വർക്ക് തീർത്തതാണ് ഈ പ്രൊജക്റ്റ്. സോ ഇവിടെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ അതിലുള്ള എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഷിബിലിനെ ഞാൻ പരിചയപ്പെട്ടതിനേക്ക് കാര്യക്കത്ത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നാട്ടിലൊരു ഇപ്പോൾ ലാസ്റ്റ് 8 ഇയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെയ്തിട്ടുണ്ട്, കോട്ടക്ക ചെഫ് ലബ്രാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിയും പ്രൗഡും ഈ പറഞ്ഞിരിക്കുന്ന സമുദായിൻ്റെ ഏറ്റവും വലിയൊരു 25,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിഗ് മാൻഷൻ കുണ്ടോട്ടി ഇതേമാതിരി ട്രബിളിൽ നിൽക്കുന്ന മനസ്സിലായി ഞാൻ ഇപ്പം പിന്നെ. കാരണം അയാളുടെ ഒരു 4000 സ്ക്വയർ ഫീറ്റിലെ വീടായിരുന്നു. അപ്പോൾ അതാക്കി 24 എത്തിക്കണം. അത് ഇത്ര വലിയ ഈസി അല്ലല്ലോ. എന്നാൽ അത് പൊളിച്ചോളും മനുഷ്യ പുതിയത് കയറ്റാന്ന് ഞാൻ നൊസ്റ്റാൾജിയ. നമ്മുടെ നാട്ടിൽ അത് കുറച്ച് കൂടുതലാണല്ലോ. എനിവേ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഒരു ഇവിടെ നമ്മളെ സൈറ്റിലാണെങ്കിൽ ഹെൽമെറ്റില്ലെങ്കിൽ 500 രൂപ ഫൈന്, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറേ സിസ്റ്റം ഉള്ളതാണ്. ഞാൻ നാട്ടിലൊന്ന് തുടങ്ങാനപ്പോൾ തന്നെ എൻ്റെ പിന്നെ കുടുംബവും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, ഫിറോസെ നീ അമേരിക്കൻ സിസ്റ്റമൊക്കെ എവിടെ എങ്ങനെ നാട്ടിൽ കൊണ്ടുവരുന്നത്? നാട്ടിൽ നാളെ എന്ന് വെച്ചാൽ എന്ന് നോക്കാം, നാളെ പണിക്കും അല്ലെങ്കിൽ വരൂല എന്ന് പറയുന്ന ആൾക്കാരാണ്. സോ അതിനൊക്കെ തരണം ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ ഒരു നല്ല സ്റ്റേജായി, ഒരു പുതിയ സിസ്റ്റമായി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇപ്പോൾ വീണ്ടും പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഷിബിലും കൂടി നേരം കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ, ഞാനും ഷിബിലും കൂടി കണക്ട് ആവാൻ കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ഇവർ കടവിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ആ ഫംഗ്ഷനിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നഹനൂദ് ഉണ്ട്. അവർ ഇവരായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഈ നാദ് എന്നോട് പറഞ്ഞു, ഫിറോസ്ക ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഷിബിലിക്ക് ഇവിടെ എല്ലാവരും അറിയില്ല, അപ്പോൾ ഇവിടെ ഒരു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നല്ല ബിസിനസ്മാരൊക്കെ ഉണ്ടെങ്കിൽ ഓലെ ക്ഷണിക്കാൻ മനക്കും, നിങ്ങൾക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഷെഡ്യൂൾഡാണ്. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പായിട്ട് കാണുന്നത് ടൈമും പറഞ്ഞ വാക്കുക. കാരണം റെസ്പെക്റ്റ് അതർ പീപ്പിൾ ടൈം എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ വേറൊരാൾക്ക് കമ്മിറ്റ് ചെയ്ത ടൈമുണ്ട്, അതിപ്പോൾ ഇവർക്കും വേണ്ടിയിട്ട് എത്ര വലുതാണെങ്കിൽ പോലും മാറ്റുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ഐ എം വെരി സോറി, ഐ കനോട്ട് കം ബിക്കോസ് ഐ ഹാവ് അനദർ ഷെഡ്യൂൾ ആൻഡ് തിങ്സ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കുറേ പരിപാടികൾ വന്നു. പക്ഷേ സം ഹൗ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം ഇയാളൊന്ന് കാണണം, ഇന്നെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദി പറയണം, പിന്നെ വരാൻ പറ്റാത്തതിന് സോറി പറയണം. ഇങ്ങനെ മൈൻഡിൽ നമ്മളെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എപ്പോഴും വെക്കണം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ബാലുശ്ശേരിയിൽ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് തുറങ്ങുകയാണ്. അവർ ഫുഡിൻ്റെ പിന്നെ ഒരു ട്രയൽസ് നടക്കുകയാണ് ഉദ്ഘാടനത്തിന് 3 ദിവസം മുന്നേ. അപ്പോൾ കോഴിക്കോടത്തെ ഒരു 20 ബിസിനസ് പീപ്പിളിനെ സെലക്ട് ചെയ്തപ്പോൾ വൺ ഓഫ് ദ മീ ഓലിനെ സെലക്ട് ചെയ്തു. അവിടെ ചെന്ന് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ സഹോദരനെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ, അപ്പോൾ അവനും പറഞ്ഞു എന്നെ അറിയും ഫിറോസ്ക, പിന്നെ ഞങ്ങൾ ക്ഷണിച്ചു. ഞാൻ ഐ എം വെരി സോറി ഫോർ ദാറ്റ് വൺ, ഐ വാസ് സെർച്ചിങ് ഫോർ യു ടു ടെൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി. അപ്പോൾ അവന് ഇവിടെ കോഴിക്കോട് അവന് വരാൻ പോണ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് എനിക്കൊരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അതിൻ്റെ ഒരു 3D AI ഫോട്ടോയും ആനിമേഷനും കണ്ടു. അപ്പോൾ ഞാനും അത് നോക്കി. പിന്നെ എൻ്റെ 1-2 അഭിപ്രായങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞു. അന്ന് നൈറ്റ് ഞങ്ങൾ പോന്നപ്പോൾ ഞങ്ങൾ ഈ തിരിച്ചു പോരുമ്പോഴൊക്കെ ഇയാളെ വിഷനും കാര്യങ്ങളും ഇയാളെ ടോക്കിങ്ങും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ കാറിന്ന് വിളിച്ചു, ഷിബിലെ എന്താ പരിപാടി? അപ്പോൾ ഇപ്പം പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണും വേണം, ഞാൻ നിങ്ങളിപ്പോൾ ഒന്ന് മീറ്റിംഗ് ഇരിക്കാൻ ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദേശിച്ചിട്ട് ഒരേ ടൈമിലാണ് വിളിച്ചത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് എൻ്റെ ഒപ്പം ഇരുന്നു, സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു 10th ഫ്ലോറിലൊരു ബിൽഡിങ്, ഒരു വൺ ഓഫ് ദ ലാൻഡ്മാർക്ക് ബിൽഡിങ് കാലിക്കറ്റ് ആക്കാൻ പോവാണ്. ഒരുപാട് ആൾക്കാർക്ക് ജോലി അതുകൊണ്ട് കിട്ടും, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഞാൻ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സക്സസ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ഹെൽപ്പ് അതർ ടു സക്സീഡ് എന്നാണ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ വിൻ ചെയ്യുക. ഗിവേഴ്സ് ഗെയിം എന്ന് പറഞ്ഞ ഒരു പോളിസിയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് അധികം. കാരണം ഞാൻ 20 years ആയിട്ട് ലോകത്ത് ഒരുവിധം ആർക്കിടെക്ട്സിൻ്റെ ഒപ്പം എഞ്ചിനീയേഴ്സിൻ്റെ ഒപ്പം കഴിവിലെ സക്സസ്സുള്ള ആൾക്കാരൊപ്പം ഒരുപാട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു നോളജൊക്കെ ഉണ്ടാവും, ചില ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇയാളിൻ്റെ ഒപ്പം ഇരുന്ന് ഓഫീസിലിരുന്ന് വർത്തമാനം പറഞ്ഞു. ഓഫീസിൽ വർത്തമാനം പറഞ്ഞു എന്നോട് പറഞ്ഞു, ഫിറോസ്ക നിങ്ങൾ ഈ ബിൽഡിങ് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം വെച്ചാൽ ഞാൻ ഇവിടെ എല്ലാ ആർക്കിടെക്ട്സിനോടും ഒരാളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അയാളോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ ഇന്നേക്കാളും 10 year ബാക്കിലാണ് നടക്കുന്നത്. പക്ഷെ ഇന്നലെ നിങ്ങളൊരു 10 minute നമ്മൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇന്നേക്കാളും 25 year മുന്നിലാണ് കിടക്കുന്നത്. സോ എനിക്ക് നിങ്ങളിത് ചെയ്യണം, ഇതാണ് എനിക്കെൻ്റെ ആഗ്രഹം. അപ്പോൾ ആസ് യൂഷ്വലായിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഏജ്ഡ് ആയതുകൊണ്ടും നമ്മളൊക്കെ കുറേ പക്വതയുള്ള ആളായതുകൊണ്ടും ഞാൻ വിചാരിക്കേണ്ട ദിവസത്തിൽ ഞാൻ പറഞ്ഞു,
ഷിബിലെ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഞങ്ങൾ കുറച്ച് പക്വതയുള്ള മനുഷ്യരും ലോകം കണ്ട ആൾക്കാരും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് ചിന്തിക്കണം. നീ ഈ പറയുന്ന വിഷനും നീ ഈ പറഞ്ഞ കാര്യങ്ങളും നിൻ്റെ ലുക്കും നിൻ്റെ വ്യൂവും നിൻ്റെ ഏജും നിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നിൻ്റെ സെറ്റപ്പും നിൻ്റെ ഫാമിലി സെറ്റപ്പും ഇതൊന്നും തമ്മിൽ കണക്റ്റ് ആവണില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നല്ല പേരും നല്ലൊരു റെപ്യൂട്ടേഷനും നമ്മളെ കമ്പനി ഇവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും ഞങ്ങൾ ഏത് ക്ലയൻ്റ് ആണെങ്കിലും അവരെ പ്രൊഫൈൽ നോക്കിയിട്ടേ ഞങ്ങൾ എടുക്കാറുള്ളൂ. കാരണം ആ രീതിയിലാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സംഭവിച്ചാൽ അതിൻ്റെ ഒരു പ്രോബ്ലം ഞങ്ങളുടെ ഇമേജിനും ബാധിക്കും യൂഷ്വലായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് ശിവരെ, ഇപ്പോൾ അവിടെ സ്വപ്നം കാണാൻ എല്ലാവർക്കും പറ്റും, വിഷൻ എല്ലാവരും എത്തുന്നുണ്ട്. ഇവിടെ ഇല്ലാത്ത വിഷനും സ്വപ്നവും ഇല്ലാത്ത ആൾക്കാരുള്ളത് ഞാൻ അവനോട് പറഞ്ഞതാണ്. പക്ഷേ അത് എങ്ങനെ അതിമേക്ക് എത്തിക്കും? ഹൗ യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ? നീ സ്വപ്നം ആർക്കാണ് സ്വപ്നത്തിനനുസരിച്ച് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അതിന് ഒരു കറക്റ്റായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ സ്വപ്നമായിട്ട് കിടക്കും, അതൊരിക്കലും റിയാലിറ്റി ആവില്ല. അതില്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ, ഇൻക്ലൂഡിങ് മീ അടക്കം, നമ്മളൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ ഒരു വിഷനും എല്ലാവരും കാണുന്നുണ്ട്. അത് പിന്നെ ഒരു സ്വപ്നജീവിയായിട്ട് പോകും. അതിപ്പോൾ ഇരുന്ന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനും ഒരു എഫേർട്ട് ഉണ്ട്. എഫേർട്ടില്ലാതെ ആരും ഒന്നും എത്തില്ല. റിസ്ക് കൊടുക്കണം. കാരണം റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ റിസ്ക് എടുത്തോൻ്റെ അടിയിൽ ജോലി ചെയ്യേണ്ടി വരും. ഇതാണ് സിസ്റ്റം. അതുകൊണ്ട് പിന്നെ ശിബിലെ എന്താണ് എൻ്റെ പരിപാടി? എനിക്ക് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യല്ലേ നമുക്ക് നല്ലത്. അല്ലെങ്കിൽ നീ എങ്ങനെ ഇതിമൊക്കെ എത്തും? പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ ഇഫ് യു ഹാവ്. ഇവൻ പറഞ്ഞു ഫിറോസ്ക ഫുള്ളി കോൺഫിഡൻസ് പറഞ്ഞു, ഫിറോസ്ക ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കുറച്ച് സമയം തരാം, നിങ്ങൾക്ക് സമയം ഉണ്ടോ? ഞാൻ ഐ വിൽ ഗീവ് യു ദ ടൈം. അങ്ങനെ ഓൻ ലാപ്ടോപ്പ് തുറന്നിട്ട് ഓണസ്റ്റിൽ ഒരു 3.5 മണിക്കൂർ ഇവൻക്ക് 2036 വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ ഈ ചെയ്യാൻ പോണ ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ഡിവിഷനും ആർക്കിടെക്ചർ ഡിവിഷനും പോലും ഈച്ച് ഫ്ലോറിൽ എന്ത് വരണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതിന് പൈസ എങ്ങനെ കണ്ടെത്തണം, ഈ ഇവനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ ഇവനക്ക് എങ്ങനെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ സെക്യൂർ ആക്കണം, ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്, പിന്നെ അതിൻ്റെ അപ്പുറം എങ്ങനെ പോകണം, എല്ലാ കാര്യത്തെ പറ്റിയിട്ടും വളരെ കൃത്യമായിട്ട് എൻഡ് ഓഫ് ദ ഡേ ഞാൻ ആ ഒരു പ്രൊജക്റ്റിക്ക് എൻ്റെ ഒരു എത്തിവെക്കുമ്പോൾ അവൻ്റെ കാൽക്കുലേഷനിൽ ഏകദേശം ഒരു 8000 കോടി വരെയുള്ള ഒരു 2036 വരുമ്പോൾ ഒരു 8000 കോടി വരെയുള്ള ഒരു റേഞ്ച് ഓനക്ക് മാപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, കാരണം ഞാൻ പിന്നെ ഈ ലോകത്ത് ഒരുപാട് കഴിവില്ല ആൾക്കാരൊപ്പം വർക്ക് ചെയ്തതോടുകൂടി കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അവൻ്റെ കുറച്ച് അപ്പുറത്തെ കാര്യങ്ങൾ ഇത് എനിക്കറിയാം. ആ 8000 കോടി ഉള്ളത് ഒരു 24,000 കോടി ആവുന്നില്ല എനിക്കൊരു സംശയമില്ല. കാരണം അതിൻ്റെ വർത്തം എനിക്കറിയില്ല ആ ഒരു സ്വപ്നത്തിൻ്റെ. അപ്പോൾ എല്ലാതും വിശദമായി കേട്ടിട്ട് നമ്മളത് അനാലിസ് ഞാൻ ആഫ്റ്റർ ഹിസ് എക്സ്പ്ലനേഷൻ ഞാൻ അവനോട് പറഞ്ഞു, സ്റ്റില്ല ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, നീ ഈ പറഞ്ഞ മാതിരി പഠിച്ചോൻ്റെ കാര്യം കൊണ്ട് നീ ഈ പറഞ്ഞ മാതിരി നീ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നീ പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യും, യുവർ ഓൺ ഫ്ലൈറ്റിൽ നീ യാത്ര ചെയ്യും. ഇത് എൻ്റെ വാക്കാണ്, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പല ആൾക്കാർ പറഞ്ഞമാതിരി ചെയ്യില്ല, ചീനമാതിരി പറയില്ല, അതല്ലെങ്കിൽ അവനെങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, അവന് ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അങ്ങനെ തന്നെ ഒരാൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനും നിങ്ങൾ ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ എനിക്ക് തരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം ഞാൻ തരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കില്ല. നേരെ മറിച്ച് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഈ മനുഷ്യനെ സഹായിക്കട്ടെ, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തിരിച്ചു ഹെൽപ്പ്. അങ്ങനെ അവിടെ ബിസിനസ് ഇട്ടുള്ളൂ. അപ്പോൾ ഒരു ഗിവേഴ്സ് ഗെയിൻ ഹെൽപ്പ് അതീസ് ടു സക്സീഡ് എന്നുള്ള രീതിയിലാണ് ഇയാൾ പോണത്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ പ്രൊജക്റ്റ് ഏറ്റെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 4-5 മന്ത്സായി ഇന്നോട് നമ്മളെ കമ്പനി സിസ്റ്റം ഒക്കെ അഡ്വാൻസ് പേയ്മെൻറ്റാണ്. പിന്നെ ഷെഡ്യൂൾ ഉണ്ടാവും, ഓരോ മാസം ഇത്ര, ഓരോ കാര്യങ്ങൾ ഇത്ര, ഇന്ന ടൈമിൽ തീർക്കും, ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വരെ ഞാൻ പറഞ്ഞ ഡേറ്റോ ഞാൻ പറഞ്ഞ ഷെഡ്യൂളോ ഇയാൾ തെറ്റിച്ചിട്ടില്ല. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആ ബിൽഡിങ് പോയി നോക്കിയാൽ കാണാം. വാട്ട് വാസ് ദ 4 months ബിഫോർ ദാറ്റ് പ്രൊജക്ട്, നൗ തന്നെ. പിന്നെ എപ്പോഴും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടീമാണ്. ഒരു പക്ഷേ അയാളുടെ ഈ ഇൻറ്റൻഷനും കാര്യം കൊണ്ട് പഠിച്ച എന്നെ കണക്ട് ചെയ്തത് ഈ കാരണം, ബിക്കോസ് ഇൻവൈറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് പങ്കെടുക്കാത്തൊരു ആൾ, അല്ലെങ്കിൽ പരിചയപ്പെടാൻ പറ്റാത്ത ഒരാൾ പിന്നീട് പഠിച്ചവനും വന്ന് കണക്ട് ചെയ്തൊന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. അവൻ്റെ ബിസിനസ്സും എനിക്ക് ഫൈനാൻസ് അറിയില്ല, അപ്പോൾ അവനെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും. പക്ഷേ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ഹി ഡോണ്ട് ഹാവ് എനി കെയർ അബൌട്ട് ദ പ്രൊജക്റ്റ്. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലും എനിക്കറിയാം, ഈ സംസുക്ക് ഇവിടെ നടക്കുന്നത് നമ്മളാണ്. കാരണം ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട് 8 കൊല്ലം ആരും കൂടെ തിരിഞ്ഞ് നോക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ക്രൗൺ എന്ന് പറയുന്നത് ഇതാണ്. അതേമാതിരി നമ്മളെ സമുദായി വന്നു
വൺ ഓഫ് ദ എക്സാമ്പിൾ കോട്ടക്കത്തെ ചെഫ് ലബനാൻ അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് എറാനച്ചർ പാർക്ക് പെരിന്തൽമണ്ണ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഏറ്റെടുത്തിട്ട് അവരെ ഫ്രീ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവനും അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് നല്ലൊരു എയിമിനും വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് വേണ്ട ടീമിനെ പടച്ചോൻ കണക്ട് ചെയ്തിരുന്നില്ലതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് ഞാനും ശിവനും തമ്മിലുള്ള ബന്ധം. ഇനിയും ഇദ്ദേഹത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇപ്പോഴും നോക്കിയേക്കൂ, ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി എൻ്റെ ഒരു നോളേജിൽ പറയുകയാണെങ്കിൽ സാധാരണ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അവനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന ആളാവുമ്പോൾ അവരെന്ത് കാട്ടും, മാക്സിമം കാര്യങ്ങളൊക്കെ പെരിച്ച് പറഞ്ഞയച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി 10 റുപ്യ വാങ്ങാനേ ശ്രമിക്കുള്ളൂ. പക്ഷേ ഇന്ന് അയാളുടെ ആ ഒരു നന്മ കാണിക്കുന്നത് എന്താ വെച്ചാൽ അയാൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്കും ഒരു ക്യാമ്പയിനും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണ്. സ്കാം ശ്രദ്ധിച്ചോളൂ, ഇതിൽ ഇനിയും പ്രശ്നങ്ങളുണ്ട്, ഇനി പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അയാൾ എത്രത്തോളം അയാൾ ശുദ്ധനാണെന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇയാൾ ഈ മറ്റുള്ളവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ പറഞ്ഞു കിടക്കണ കുറേ പോയിന്റുകൾ തന്നെയല്ലേ ഈ തിരിച്ച് അയാളോട് നാളെ ചോദിക്കുക ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ. സോ അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഇത് ഇനിയും ഉയരട്ടെ. എല്ലാവിധ ആശംസകളും. ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്ത്, പക്ഷേ ഞാനൊരു പ്രസംഗികനല്ല, ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുള്ളൂ. എല്ലാവർക്കും നല്ലൊരു വരട്ടെ. അസ്സലാമു അലൈക്കും.